എന്താ ഇത് അമ്മൻകുട മഹോത്സവം? ഉത്സവം പൂരമൊന്നും അല്ല സാറേ, കിണറ്റിലെ വെള്ളം പരിശോധിക്കണമെന്ന് പട്ടാളത്തിന്റെ കൽപ്പനയാണേ. ഈ പട്ടാള പൈസകൾക്ക് ഇത് എന്തിന്റെ കേടാ? അത് ഏറ്റുതുള്ളാൻ കുറെ നാട്ടുകാർ കഴുതകളും. ഒരു തവണ രുചി അറിഞ്ഞതാടേ. എന്തോടെ ഇവിടെ വല്ല സ്വിമ്മിംഗ് പൂളും പണിയാൻ പോകുന്നുണ്ടോ? ഇതിന് മാത്രം വെള്ളം ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരാൻ സാറല്ലേ അനൗൺസ് ചെയ്തു. അതൊരു ചെറിയ കുപ്പി കൊണ്ടുവന്നാ പോരെ? എന്തായാലും കൊണ്ടുവന്നില്ലേ, നാളെ കുപ്പിയിൽ കൊണ്ടുവരാൻ പറയാം. ഇങ്ങനെ പോയാൽ നമ്മൾ സർവ്വ കച്ചവടം പൂട്ടി കെട്ടേണ്ടി വരില്ല പഠിച്ചോനെ. ഇതും കഴിഞ്ഞ് ചെല്ലുമ്പോ എന്റെ സ്റ്റുഡൻസ് എല്ലാം പോകുമല്ലോ. ഭഗവതി, ഇന്നെങ്കിലും അവർക്ക് വണ്ടി തള്ളാതെ കഴിക്കാം. KP രാമചന്ദ്രൻ. 3, 4, 5. അതെ, നാളെ വരുമ്പോ ഈ തടിയനെയും പിള്ളേരെയും കൊണ്ടുവരണ്ട കേട്ടോ. എനിക്ക് ഈ കുട ഇത്രയും ദൂരം ചുമന്നോണ്ട് വരാൻ. അത് സാരില്ല, കുപ്പി കൊണ്ടുവന്നാ മതി. പിന്നെ പോകുമ്പോ ടെന്റിന്റെ പുറകുവഴി വരണേ, ഞാൻ അവിടെ കാത്തിരിക്കാം. കൊടം 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 ഇപ്പുറത്തേക്കിട്ട് കൊടം. ഓക്കെ. കഴിഞ്ഞോ സാർ? നമ്പർ ഇടായിരുന്നു. അധികം നമ്പർ ഇടണ്ട. കറക്റ്റ്. കുട്ടി, നോക്കിയും കണ്ടൊക്കെ നമ്പർ ഇട്ടില്ലെങ്കിലേ നമ്പർ റോങ് ആവും. ആ നായര് വൈദ്യരുടെ ചൂണ്ടയിലേ പട്ടാഭി സാറ് കുരുങ്ങിന്നാ തോന്നണേ. നിന്ന് കുറുകണണ്ടില്ലേ? ജോലിക്ക് പോകാൻ വൈകിയല്ലേ? അപ്പം വൈദ്യരുടെ മോളോട് മാത്രല്ല, കുമാരൻ പറഞ്ഞു നടക്കുന്നത് വെറുതെ അല്ലട്ടോ. പട്ടാളത്തിന് പഞ്ചാരടിക്കാൻ വേണ്ടിട്ടാണ് ഈ വെള്ളം പരിശോധന. കൃഷ്ണകുട്ടേ, സർ. ഇതൊന്ന് നമ്പർ ഇട്ട് മാറ്റി വെച്ചേക്കാം. സർ, നിങ്ങൾ പൊയ്ക്കോളൂ, ഞങ്ങൾ പരിശോധിച്ചിട്ട് വരെ അറിയിക്കാം. പൊക്കോളൂ പൊക്കോളൂ. പട്ടാളക്കാമിനകത്ത് കയറി ഒന്ന് തോന്നിയാസം കാണിച്ചാലുണ്ടല്ലോ. ഞങ്ങൾ ഇത് നോക്കി പിടിച്ചിരുന്ന് കുറെ നേരമായിട്ട് വെയിൽ കൊള്ളുകയാണ്. അവർക്ക് മാത്രം എന്താ അത്ര പ്രത്യേകത? ഉണ്ടോ? തന്റെയൊക്കെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുത്തിട്ട് ജവാന്റെ പിത്തവേ അവർക്ക് പ്രത്യേകത ഉണ്ട്. സാർ പ്ലീസ്. മോളെ, നമ്മുടെ ഉഴിച്ച് സെന്റർ ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കാം. അകത്തേക്ക് പോ. Excuse me. This is Dara. This is Tirmal Kendra. You go and watch. Okay? Okay, come on. ഇങ്ങോട്ട് വന്ന് ഒരു മിനിറ്റ്. വലിക്കല്ലടോ. ഇത് സായിപ്പെത്തില്ലാന്ന് പറഞ്ഞ കഴുത്ത കയറാൻ വന്നേക്കരുത്. എല്ലാം റെഡിയല്ലേ? ഇവർക്ക് കഥകളിയാണ് കാണേണ്ടത്, അല്ലാതെ തിരുമലല്ല. കഥകളി തന്നെ വേണോ? കഥകളി ഒരു പഴഞ്ചൻ ചരക്കല്ലേ, ഇപ്പൊ സിനിമാറ്റിക് ഡാൻസ് അല്ലേ? സിനിമാറ്റിക് ഡാൻസ് നായര് ചൂടെ കണ്ട് കളിച്ചാൽ മതി. കലാമണ്ഡലത്തിലേക്ക് പുറപ്പെട്ട് ഇവർ എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിച്ചതെന്ന് അറിയാമോ? ആദ്യം കലാമണ്ഡലം കത്തിക്കണം. അവന്റെ ചാക്യാർകൂത്തും കൂടിയാട്ടവും കഥകളിയും മനുഷ്യന് ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ കഥകളിക്ക് വല്ല പ്രശ്നമുണ്ടോ? കഥകളിക്ക് ഒരു പ്രശ്നമില്ല. വാദ്യക്കാരും മേളക്കാരും ഒക്കെ എത്തിയിട്ടുണ്ട്. അതിനെന്താ നിന്ന് കരയണേ? ആരെവിടെ കരഞ്ഞേ? കരച്ചിലും പിടിച്ചിലും എനിക്ക് കേൾക്കണ്ട. സായിപ്പുമാര് നിക്കണോ പോണോ? അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്താണ്? ഈ കഥകളി തന്നെ വേണോ? വേറെ ഏതെങ്കിലും കളി പോരെ? സായിപ്പുമാര് നിക്കണോ പോണോ? സായിപ്പ് നിക്കണം. എല്ലാം കയ്യിന്ന് പോയി. ഇനി എന്ത് വാങ്ങണ്ടിയാണോ? ഇത് ഇന്നലെ ഉണ്ടാക്കിയതാ. What the hell is he doing? Stop it. Namaste. Stop it! This is not Kathakali. Are you trying to cheat us, bloody buffoon? Yes. സായിപ്പേ, no സായിപ്പേ. This is കഥകളി. 20 years കഥകളി. 20 years Kathakali? Yes. എന്റെ അമ്മേ, എന്തേടി? ഞാൻ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്, അല്ലാണ്ട് വേറെ Don't do that again.
മനസ്സിലായി? മലയാളം അറിയാലേ മതാമല്ലേ ഇതൊക്കെ പാണ്ടാ സായിപ്പ് പോകല്ലേ, ഞാൻ കൊണ്ടാക്കി തരാം. അവിടെ നിക്കോ Go, go. അവിടെ നിൽക്കുന്നു. അതെ എന്റെ കയ്യിൽ വേറൊരു കളിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ചാക്യാർ കൂത്ത് പറ്റോ? ഓ, അത് കൂടെ കാണിക്കാത്ത കുഴപ്പമുള്ളു. പലതും അറിഞ്ഞിട്ടാണ് ആ സായിപ്പ് കഥകളിൽ ഗവേഷണം നടത്തുന്ന ആളാ. എന്നാ പിന്നെ അത് നേരത്തെ പറയാം. കുട്ടി പിശാചേ. എവിടെ നായരെവിടെ? ഇവിടെ ഉണ്ട്, എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ടെന്ന്. എവിടെ ഉണ്ട് വിളിക്കാനാ പറഞ്ഞത്? നായരല്ലേ ഇത്? ആ ഞങ്ങൾ ഈ വീടും സെർച്ച് ചെയ്യാൻ പോവാ. എന്തിനാ? അതൊക്കെ പറയാം, വാ. Come on, search. That way. അതെ തിരക്ക് കൂട്ടല്ലേ? ആരുടെ അമ്മേനെ നോക്കണേ? ഇതാരാ ഇവരൊക്കെ? എന്റെ വാദ്യക്കാരാ, ഏ? എന്റെ മേളക്കാര്. ഓ. ഇതെന്താ നിലാവത്ത് അഴിച്ചിട്ട് കോഴികളെ പോലെ ഇങ്ങനെ നടക്കണേ? ഓ, ഇവിടെ പതിവായിട്ട് സായിപ്പ്മാര് വരാറുണ്ട്. 3 പേര് വന്നു, അവരിപ്പോ തന്നെ പോയി. അടിയും കൊണ്ട് ദേ കിട്ടുന്നു. എന്റെ പൊന്ന് സാറേ, ആദ്യമായിട്ട് വന്നത്, അവരിപ്പോ തന്നെ പോയി. എന്താ ഇവിടെ തപ്പണേ? എന്താ പ്രശ്നം? ആ? പറയില്ലല്ലേ? ഉച്ച വയ്ക്കാതിരി പെണ്ണെ. പേടിക്കണ്ട, വരും ഓഫീസിൽ തന്നെയാ സെർച്ച്. നിന്നെ ഒന്ന് കാണാൻ വേറെ ഒരു വഴി ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ കുറച്ച് ഫോറിനേഴ്സ് വന്നിട്ടെന്ന് അറിഞ്ഞ. ആ പേരും പറഞ്ഞ് പട്ടാഭി സാറിനെ പെരുകേറ്റി കൊണ്ടുവന്നിരിക്കുക. നിന്റെ അച്ഛൻ ഭാവി വരന്റെ പുറകെ പാവാടി എടുത്തോണ്ട് ശ്വാസം വിടാണ്ട് ഓടിക്കൊണ്ടിരിക്കുക. പട്ടാളം. ഞാൻ വന്നത് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാം. താനെന്താണോ മരിച്ചത് പറയാൻ പോവാ? അപ്പൊ അറിഞ്ഞില്ലേ നായര് വൈദ്യരുടെ മോളെ കാണാനില്ലെന്ന്? ഞാനെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് തമാശയായിരുന്നില്ലേ? ഇപ്പൊ എന്തായി? വാ കവലയിലേക്ക് വാ. ഇപ്പോഴാ ഞാൻ വിവരം അറിഞ്ഞത്. പട്ടാളം വന്നാൽ അപകടമാണ്, പെൺകുട്ടികളെ സൂക്ഷിക്കണം എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു പ്രകടനം? പട്ടാളം ഇങ്ങ് വരട്ടെ, എന്നിട്ട് വേണം എന്നെ ഓടിക്കാൻ, അല്ലേ? അതൊക്കെ പോട്ടെ, ഒരു അപകടം വരുമ്പോ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ പോലീസുകാരൻ. നായരെ, നിങ്ങളൊരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് തന്നാൽ മാത്രം മതി, ഇപ്പൊ പൊക്കും ഞാൻ ആ പട്ടാളത്തെ. എന്തൊക്കെയായാലും കേരള പോലീസിന് നാട്ടുകാരെ മറക്കാൻ പറ്റില്ലല്ലോ. അത് നേരാണ്. നിങ്ങളെ കടലാസ് ഒപ്പിട്ട് കൊടുത്താളേ. പ്രായം തന്നെ പെണ്ണാ. വേണ്ട ഗബ്ബാർ സാർ, നന്ദി. ചോദിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് പറയാം. പക്ഷേ ഇവരെന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പട്ടാമ്പി സാർ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് നടത്തി കൊടുക്കുമായിരുന്നല്ലോ. പെൺകുട്ടി സ്വമേധയാ ഇറങ്ങിപ്പോയതാണെന്നുള്ളതിന് എന്താ ഒരു ഉറപ്പ്? സംഗതി പട്ടാളോ? IPC സെക്ഷൻ 361 വകുപ്പ് പ്രകാരം തട്ടിക്കൊണ്ടുപോകൽ, പെൺവാണിപ്പം. എന്റെ നായരെ, ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളൊരു ഒപ്പിട്ട് തന്നാ മതി, പട്ടാളത്തെ ഞാൻ ഇപ്പൊ പൊക്കും. എന്നാ ഞാനൊരു സത്യം പറയാം. എന്റെ മോളും പട്ടാമ്പി സാറും ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെയാ അവര് പോയത്. എനിക്ക് എന്റെ മോളെ ഇഷ്ടാ വലുത്. ഒരേ ഒരു മോളാ. ജാതി മതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അവരൊന്നും ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. അപ്പൊ കാണാം ഇയാളുടെ പരിഭ്രമം. ഇങ്ങനെ വേണം അച്ഛന്മാര്. എന്തിനാ ഈ ഒളിച്ചോട്ടൊക്കെ? ഞാൻ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചോ? ചിലപ്പോ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. ഏയ്, ഞാൻ അന്നേ സമ്മതിച്ചതല്ലേ. ശരിയാ. എന്നാലും എന്നോടൊരു വാക്ക് പറയായിരുന്നു. മോളെ വിളിക്ക്. ബെന്നി. ഓ, ബെന്നിന്റെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനി കൂടെ ഉള്ളത് നല്ലതാ. ഹിന്ദു ക്രിസ്ത്യാനിയും കൂടി ചേർന്നാൽ ഹിന്ദുസ്ഥാനി. എടോ, താൻ എന്ത് പണിയാണോ ചെയ്തത്? ഇതാ ഞാൻ പറഞ്ഞു, ചിലപ്പോ സമ്മതിച്ചില്ലെങ്കിലോ ഒന്ന്.
അത് നേരത്തെ തോന്നിയതുകൊണ്ട് ഇങ്ങനെ വേണ്ടി വന്നു. മോളുടെ ഇഷ്ടല്ലേ നായരെ വലുത്? എന്റെ മകൾ ഒരു ക്രിസ്ത്യാനിക്ക് കെട്ടിച്ചു കൊടുക്കാൻ തനിക്ക് ആരോട് ലൈസൻസ് എന്ന്? എന്തൊക്കെയായിരുന്നു. എനിക്ക് എന്റെ മോളുടെ ഇഷ്ടാ വലുത്. എനിക്ക് ആകെ ഒരു മോളാണ്. ജാതിയും അതൊരു പ്രശ്നമല്ല. എന്നിട്ട് ഇപ്പൊ എന്തായി നായരെ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പണിക്കരെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു. വിധിയാണെന്ന് കരുതിക്കോളാ. മേടത്തിൽ കല്യാണം നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ. കണക്ക് പിഴക്കില്ല. ഇതാണ് ആ കുട്ടിയുടെ യഥാർത്ഥ മംഗല്യയോഗം. വിളിച്ചനുഗ്രഹിക്കുക. അച്ഛന്റെ കാലിനോട് അനുഗ്രഹം വാങ്ങിക്കാം. അനുഗ്രഹം അമ്മേ ഭഗവതി, എന്തായാലും ഇത് കലക്കി കൊടുകൈ. പട്ടാളത്തെ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. നായര് വിഷമിക്കണ്ട. നായരുടെ മോൾക്ക് എന്തുകൊണ്ടും യോഗ്യനാ ബെന്നി. കല്യാണത്തിന്റെ ആഘോഷങ്ങളൊക്കെ പട്ടാളത്തിന്റെ വക. ഇന്ന് വൈകുന്നേരം ക്യാമ്പിൽ ബടാ